Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു അറേയിലെ എലിമെന്റ്സിനെ എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അസെൻഡിങ് ഓർഡറിൽ എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നതെന്നാണ്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറുതിൽ നിന്ന് വലുതിലോട്ട്, അതായത് ആദ്യം കിടക്കുന്ന എലിമെന്റ് ഏറ്റവും ചെറുതായിരിക്കും, അതിനുശേഷം അതിലും വലുത്, അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് സോർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇപ്പം നമ്മുടെ ഒറിജിനൽ അറേ. അതിനകത്ത് കുറച്ച് എലിമെന്റ്സ് ഉണ്ട്, 5 2 8 7 1. ഇത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതെങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ അറേസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് അസെൻഡ് അറേ എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അസെൻഡിങ് ഓർഡറിലല്ലേ സോർട്ട് ചെയ്യുന്നത്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അറേസിൽ എങ്ങനെയാണ് എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത്, അറേ എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ ഇതും വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം എന്താണ്, നമുക്കൊരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ, എന്നിട്ട് അതിനകത്ത് കുറച്ച് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യണം, എന്നിട്ട് സോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ അറേയുടെ സൈസ് പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ സിസ്ഔട്ടിനകത്ത് എൻ്റർ അറേ സൈസ് എന്ന് കൊടുക്കാം. അറേയുടെ സൈസ് എത്രയാണെന്ന് നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. എങ്ങനെയാണ് വാങ്ങിക്കുന്നത്? സ്കാനർ ക്ലാസ് വെച്ചിട്ട് സ്കാനർ SE = ന്യൂ സ്കാനർ system.in എന്ന് കൊടുത്തു. ഇനി എന്താണ്, അറേയുടെ സൈസ് എപ്പോഴും ഒരു ഇൻറ്റിജർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇൻറ്റ് സൈസ് = SE.nextInt. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അറേയുടെ സൈസ് വാങ്ങി. ഇനി എന്താണ്, ആ സൈസ് വെച്ച് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യണം അല്ലേ. നമ്മൾ യൂസറുടെ നിന്ന് നമ്മൾ എത്രയാണോ സൈസ് ഇൻപുട്ടായിട്ട് വാങ്ങിക്കുന്നത് അത്രയും വെച്ച് നമ്മുടെ അറേ ഡിക്ലെയർ ആവണം. അപ്പോൾ എൻ്റെ ഒരു ഇൻറ്റിജർ അറേ ആണ്, ഇൻറ്റിജർ ARR = ന്യൂ ഇൻറ്റ് ഓഫ്. അപ്പോൾ എത്രയാണ്, നമ്മളിവിടെയാണ് സൈസ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ സൈസ് നമ്മൾ യൂസറുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ സൈസ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾക്കിപ്പോൾ അല്ല 10 20 അങ്ങനെ എത്ര വാല്യൂ വേണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര തവണ റൺ ചെയ്താലും ഇപ്പോൾ 10 എന്ന് കൊടുത്താൽ എപ്പോഴും 10 സൈസുള്ള ഒരു അറേ, 20 എന്ന് കൊടുത്താൽ 20 സൈസുള്ള ഒരു അറേ, അങ്ങനെ വരുമെന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ യൂസറുടെ നിന്ന് ഓരോ തവണ റൺ ചെയ്യുമ്പോഴും സൈസ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ സൈസ് വാങ്ങി അറേ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. ഇനി എന്താണ് വേണ്ടത്, ഈ സൈസ് വെച്ചിട്ട് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യണം. അതായത് 10 സൈസുള്ള ഒരു അറേ ആണെങ്കിൽ അതിനകത്ത് 10 എലമെന്റ് കയറും അല്ലേ, ശരിയല്ലേ? അപ്പോൾ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് ജസ്റ്റ് ഒരു സിസ്ഔട്ട് കൊടുക്കാം, എന്നിട്ട് എൻ്റർ എലമെന്റ്സ് എന്ന് കൊടുക്കാം. എങ്ങനെയാണ് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഫോർ ലൂപ്പ് വെച്ചിട്ടല്ലേ. അപ്പോൾ ഇൻഡെക്സ് i 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, ശരിയല്ലേ? 0th ഇൻഡെക്സ് തൊട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് എവിടെ വരെയാണ് വേണ്ടത്, i array.length വരെ, പിടിയിട്ടല്ലോ, അറേയുടെ ലെങ്ത് വരെ ഇൻസേർട്ട് ചെയ്യണം. പിന്നെ i ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ, പിടിയിട്ടല്ലോ. ഇനി എന്താണ്, നമ്മൾ അറേയുടെ ഓരോ ഇൻഡെക്സിലോട്ടും നമ്മൾ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. SE.nextInt, പിടിയിട്ടല്ലോ. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അറേയുടെ ഇൻഡെക്സിൻ്റെ വാല്യൂ 0 ആവും. 0 ആകുമ്പോൾ ഇവിടെ അറേ ഓഫ് 0th ഇൻഡെക്സിൽ ആദ്യത്തെ എലമെൻറ്റ് ഇൻസേർട്ട് ആവും. എന്നിട്ട് നെക്സ്റ്റ് i++ ആവും. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആവും. അപ്പോൾ ഇവിടെ അറേ ഓഫ് 1 എന്ന് വരും. ഫസ്റ്റ് ഇൻഡെക്സിലോട്ട് അടുത്ത എലമെൻറ്റ് ഇൻസേർട്ട് ആവും. അങ്ങനെ ഇൻസേർട്ട് ആയിട്ട് അതിൻ്റെ ആ ലെങ്ത്ത് വരെ, എത്രയാണോ ലെങ്ത്ത് പറഞ്ഞാൽ അത്രയും വരെ ഇൻസേർട്ട് ആവും. ഇത് ഇൻസേർട്ട് ആയോ എന്ന് നമുക്കൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് വേറൊരു ഫോർ ലൂപ്പ് ഇട്ട് പ്രിൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ സിസ്ഔട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് എലമെൻറ്റ്സ് ആർ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എലമെൻറ്റ്സ് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, എന്നിട്ടൊരു ഫോർ ലൂപ്പ് കൊടുക്കുക. ഫോർ ഇൻറ്റ് i = 0, i array.length i++ എന്ന് കൊടുക്കുക. എന്നിട്ട് സിസ്ഔട്ടിനകത്ത് അറേ ഓഫ് i കൊടുക്കുക, ശരിയല്ലേ? ഇതപ്പോൾ ഓരോ എലമെൻറ്റ്, എനിക്കിപ്പോൾ ഒരു ലൈനിൽ തന്നെ അറേയിലെ എലമെൻറ്റ്സ് പ്രിൻ്റ് ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ LN അങ്ങ് കളഞ്ഞാൽ മതി. എന്നിട്ട് ഒരു കാര്യം ചെയ്യണം, ഓരോ ഇൻഡെക്സിൽ പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഒരു സ്പേസ് ഇട്ടിട്ട് വേണം അടുത്തത് പ്രിൻ്റ് ആവാൻ. അതിനിങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്തു. അറേയുടെ സൈസ് നമ്മൾ കൊടുക്കുകയാണ്, 4 കൊടുക്കുകയാണ്. എൻ്റർ എലമെൻറ്റ്സ് 3 4 8 90 എൻ്റർ പ്രസ് ആയിട്ടില്ല. 2 3 45 1 4 എലമെൻറ്റ്സ് ഇൻസേർട്ടായി കേട്ടോ. 2 3 45 1.
അപ്പം നമ്മുടെ അറേ സൈസ് വെച്ചിട്ടുള്ള എലമെന്റ്സ് ഇപ്പം ഞാൻ എന്താ 4 സൈസല്ലേ കൊടുത്തത്. അപ്പം 4 എലമെന്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. 4 എണ്ണം പ്രിന്റ് ആയിട്ടുമുണ്ട്. ഇനി എന്താ വേണ്ടത്? ഇപ്പം ഇത് കാണുമ്പോഴേ അറിയാം ഇതൊരു സോർട്ടഡ് അറേ അല്ല അല്ലേ. ഇത് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. നമ്മൾ എങ്ങനെ എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താലും ആ എലമെന്റ് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ആയിട്ട് വരണം. കിട്ടിയല്ലോ. അപ്പം ഇവിടെ വരെയാണ് നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തത്. ഇനിയാണ് നമ്മുടെ സോർട്ടിങ്. അപ്പോൾ സോർട്ടിങ് ചെയ്യുന്നതിന് മുന്നേ സോർട്ടിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതാണ് നമ്മുടെ ഒറിജിനൽ അറിയെങ്കിൽ ഇവിടെ എങ്ങനെയാണ് സോർട്ടിങ് നടക്കുന്നതെന്ന്. ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എലമെന്റിനെ രണ്ടാമത്തെ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ആദ്യം കിടക്കുന്ന എലമെന്റ് വലുതാണ് അല്ലേ. നമുക്കപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് കിട്ടേണ്ടത്. ചെറുതിന്ന് വലുതിലോട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 2നെ ഇങ്ങോട്ട് മാറ്റണം, 5നെ ഇങ്ങോട്ട് മാറ്റണം. ശരിയല്ലേ? അപ്പോൾ ഡയറക്റ്റ് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റത്തില്ല. അതിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 5നെ എടുത്തൊരു ടെമ്പററി വേരിയബിളിനകത്തോട്ട് കൊടുക്കും. 5നെ എടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റാൻ നിങ്ങൾ ആലോചിച്ചാൽ മതി. 5നെ എടുത്ത് എങ്ങോട്ടേലും മാറ്റും, എന്നിട്ട് 2നെ എടുത്ത് അങ്ങോട്ട് വെക്കും. എന്നിട്ട് അപ്പൊ ഇപ്പൊ ഈ സ്ഥലം വേക്കൻ്റ് ആയല്ലോ. അപ്പൊ 5നെ നമ്മൾ എങ്ങോട്ടാണോ മാറ്റി അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കും. അപ്പൊ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു ടെമ്പററി വേരിയബിൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ആ വേരിയബിളിനകത്തോട്ട് ഈ 5നെ കൊടുക്കും. അപ്പൊ എന്താണ്? ഈ സ്ഥലം വേക്കൻ്റ് ആയില്ലേ. അപ്പൊ ഇനി ഈ 2നെ എടുത്ത് ഇങ്ങോട്ട് ഇടും. എന്നിട്ട് ആ ടെമ്പററി വേരിയബിളിൽ നിന്ന് തിരിച്ച് 5നെ മേടിച്ച് ഇവിടെ ഇടും. ശരിയല്ലേ? അപ്പൊ ഇത് ആദ്യത്തെ ഇത് കഴിയുമ്പോൾ ആദ്യത്തെ രണ്ടാമത്തെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ചെറുത് ഏതാണോ അതിവിടെ വരും, വലുത് ഇവിടെയും വരും. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആദ്യത്തേനെ തന്നെയാണ് വീണ്ടും കമ്പയർ ചെയ്യുന്നത്. മൂന്നാമത്തതുമായിട്ട് കമ്പയർ ചെയ്യും. അവിടെ ഈ പറഞ്ഞോണം ആദ്യം കിടക്കുന്നത് വലുതാണെങ്കിൽ ഈ പറഞ്ഞോണം ടെമ്പററി വേരിയബിളിന്റെ കൺസെപ്റ്റ് ഇവിടെ വരും. ഓക്കെ. എന്നിട്ട് അവിടെ ഇപ്പോൾ അങ്ങനല്ല ചെറുതാ കിടക്കുന്നെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ പിന്നെ ആദ്യം കിടക്കുന്നതിനെ നാലാമത്തെയായിട്ട് കമ്പയർ ചെയ്യും, അഞ്ചാമത്തെയായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഈ ആദ്യത്തെ ഐട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അറയിലെ ഏറ്റവും ചെറിയ എലമെന്റ് ഏതാണോ അതാണ് ആദ്യം വന്ന് കിടക്കുക. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രണ്ടാമത്തെ എലമെന്റ് എടുക്കും. പിന്നെ ഇനി ആദ്യത്തെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ എലമെന്റ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഓരോന്നായിട്ട് കമ്പയർ ചെയ്യും. അതിനെ ഇതുപോലെ ആദ്യത്തെയായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഈ നെക്സ്റ്റ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഈ പറഞ്ഞോണം ഏതാണ് ചെറുതെന്ന് നോക്കും. ഇപ്പോൾ ചെറുതല്ലെന്നുണ്ടെങ്കിൽ ആ ടെമ്പററി വേരിയബിളിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് മാറ്റും. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യും, നെക്സ്റ്റ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും, നെക്സ്റ്റുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഇനി ഈ 4 എണ്ണത്തിൽ ഏറ്റവും ചെറുത് ഈ രണ്ടാമത് വന്ന് കിടക്കും. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഐട്രേഷൻ കഴിയുമ്പോൾ ഇവിടുത്തെ ഫിക്സ് ആയി. ഇനി ഈ 2 എണ്ണം നോക്കത്തില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് ഈ 3 എണ്ണം അല്ലേ ഉള്ളൂ. അടുത്ത എലമെന്റിനെ ആ ബാക്കിയുള്ള റൈറ്റ് സൈഡിലോട്ടുള്ള എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. പിടികിട്ടിയല്ലോ? ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പം നമുക്കിത് പ്രോഗ്രാമാറ്റിക്കലി എങ്ങനെ ചെയ്യും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് എഴുതാം. ഫോർ ഇൻറ്റ് ഐയുടെ വാല്യൂ 0 തൊട്ട് I less than array dot length I plus plus എന്ന് കൊടുക്കുക. ഓക്കെ. ഇതിപ്പോൾ ഫസ്റ്റ് എലമെന്റിനെ നമുക്ക് സെക്കൻഡുമായിട്ട് കമ്പയർ ചെയ്യണം അല്ലേ. അതിന് നമ്മൾ അടുത്തൊരു ലൂപ്പ് കൂടെ എഴുതുക. അതായത് ഇൻഡെക്സ് നമുക്ക് അടുത്ത ഇൻഡെക്സ് മേടിക്കണമല്ലോ. അപ്പോൾ ഒരു ലൂപ്പ് വെച്ച് പറ്റത്തില്ല. രണ്ടാമത്തെ എലമെന്റുമായിട്ട് ചെക്ക് ചെയ്യുന്ന ഏതുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് ലൂപ്പ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇൻറ്റ് j ഈക്വൽ ടു I+1 എന്ന് കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എത്രയാണ്? അറേയുടെ ഇൻഡെക്സ് 0 അല്ലേ. 0th എലമെന്റിനെ നമ്മൾ ഫസ്റ്റ് എലമെന്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും 0 എന്ന് കൊടുത്താൽ പറ്റില്ല. 0+1 കൊടുത്താലല്ലേ ഫസ്റ്റ് എലമെന്റ് കിട്ടത്തുള്ളൂ, അറേ ഓഫ് 1 എന്ന് കിട്ടത്തുള്ളൂ. പിടികിട്ടിയല്ലോ? ഇനി j ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് j പ്ലസ് പ്ലസ് കൊടുത്തു. ഓക്കെ. ഇനി ഇവിടാണ് നമ്മുടെ കണ്ടീഷൻ ചെക്ക് വരുന്നത്. അതായത് ഇഫ് അറേ ഓഫ് I എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ അറേ ഓഫ് j ആണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ ടെമ്പററി വേരിയബിളിൻ്റെത് ഇവിടെ ചെയ്യാം. അതായത് ആദ്യത്തെ എടുത്ത് ടെമ്പററി വേരിയബിളിനകത്തോട്ട് കൊടുത്തിട്ട് ആ കാര്യം പറഞ്ഞില്ലേ അത് തന്നെ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ടെമ്പററി വേരിയബിൾ ഇവിടെ 0 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻറ്റ് ടെമ്പ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഇനി ഇവിടെ വന്നിട്ട് നമ്മുടെ ടെമ്പിനകത്തോട്ട് അറേ ഓഫ് I കൊടുക്കുക. ഓക്കെ. എന്നിട്ട് അറേ ഓഫ് ഐക്കകത്തോട്ട് അറേ ഓഫ് j കൊടുക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് അറേ ഓഫ് jയിലേക്കകത്തോട്ട് നമ്മുടെ ടെമ്പററി വേരിയബിളിനെയും കൊടുക്കുക. ഇതിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ആദ്യം ഇത് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഐയുടെ വാല്യൂ 0 ശരിയല്ലേ. ഇനി ഇന്നർ ലൂപ്പിനകത്തോട്ട് കയറും. ഇന്നർ ലൂപ്പിനകത്തോട്ട് കയറുമ്പോൾ എന്താണ്? ജെയുടെ വാല്യൂ I+1. I+1 എന്ന് പറയുന്നത് 0 + 1 1 ആവും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ a ഓഫ് 0യും a ഓഫ് 1ഉം അല്ലേ. 0 എന്താണ്? ഐയുടെ വാല്യൂ 0യും ജെയുടെ വാല്യൂ 1ഉം അല്ലേ. 0th എലമെന്റ് ഫസ്റ്റ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പൊ 0th എലമെന്റ് വലുതാണ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞോണം ആ ടെമ്പററി വേരിയബിളിന്റെ പരിപാടി അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യും. പിടികിട്ടിയല്ലോ? ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പിന് വെളിയിൽ പോകുന്നില്ല, ഈ ജെ ലൂപ്പിനകത്ത് തന്നെയാണ് വീണ്ടും നിൽക്കുന്നത്. എന്നിട്ട് എന്താണ്? ജെ ഇൻക്രിമെന്റ് ആവും. അപ്പൊ ജെയുടെ വാല്യൂ 2
ഉണ്ടാവും, ശരിയല്ലേ? നെക്സ്റ്റ് 0th എലമെന്റിനെ സെക്കൻഡ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. വീണ്ടും j ഇൻക്രിമെന്റ് ആവും, തേർഡ് എലമെന്റ്. അങ്ങനെ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അവസാനം ആ എലമെന്റ് ഫുള്ള് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ j ലൂപ്പിൽ നിന്ന് വെളി വരും. വെളി വന്നു കഴിഞ്ഞിട്ട് എന്താണ്, i ഇൻക്രിമെന്റ് ആവും. അപ്പോൾ ഇപ്പം ഐയുടെ വാല്യൂ എത്രയാണ്? 1. ഐയുടെ വാല്യൂ 1 അല്ലേ? എന്നിട്ട് ഈ j എന്ന് പറയുന്നത് i+1. i+1 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 1 അല്ലേ? അപ്പോൾ 1+1 എന്ന് പറയുമ്പോൾ 2, ശരിയല്ലേ? അപ്പോൾ ഇത് കൺസെപ്റ്റ് വൈസ് നോക്കുമ്പോഴും ശരിയല്ലേ? ഐയുടെ വാല്യൂ 1 ആവുമ്പോൾ ജെയുടെ വാല്യൂ പിന്നെയും 2 ആയിരിക്കണം. അതായത് നെക്സ്റ്റ് ഉള്ള എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്താൽ മതി, നമ്മൾ ബാക്കിലോട്ട് കമ്പയർ ചെയ്യേണ്ട, ശരിയല്ലേ? അപ്പോൾ അടുത്തത് 2 ആയി. എന്നിട്ട് ഇതിനെ ബാലൻസ് എലമെന്റിനെ എല്ലാം കമ്പയർ ചെയ്തു. വീണ്ടും ഈ ലൂപ്പിന് വെളിയിൽ വന്നു. അപ്പോൾ ഐയുടെ വാല്യൂ 3 ആയി. മനസ്സിലായോ? ഇതിങ്ങനെ പോകും. ഓക്കെ, അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സോർട്ടഡ് ഓർഡറിൽ, അസെൻഡിങ് ഓർഡറിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിസ് ഔട്ട് കൊടുക്കുകയാണ്. അസെൻഡിങ് ഓർഡർ ഈസ് എന്ന് കൊടുക്കാം. എന്നിട്ട് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യാൻ നമ്മുടെ ഫോർ ലൂപ്പ് തന്നെ, അതായത് നമ്മളിവിടെ ഒരു അറയല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇൻറ്റ് i ഈക്വൽ ടു 0, i ലെസ് ദാൻ array ഡോട്ട് ലെങ്ത് i++. ഒരറേ നമ്മൾ യൂസ് ചെയ്തത് ഒരറേ, ഇൻസേർട്ട് ചെയ്തതും ആ അറേ തന്നെ, നമ്മൾ സോർട്ട് ചെയ്തിട്ടതും ആ അറയിലോട്ട് തന്നെ, വേറെ അറേ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ. അപ്പോൾ ആ അറേ തന്നെ പ്രിന്റ് ചെയ്താൽ പോരെ. സിസ് ഔട്ട് അറേ ഓഫ് ഐ. ഞാൻ പറഞ്ഞു എനിക്ക് അറേ പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് നെക്സ്റ്റ് ലൈൻ കാണണ്ട, അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ലൈൻ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഓരോ എലമെന്റ് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോഴും ഒരു സ്പേസ് ഇട്ട് വരാനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇത് റൺ ചെയ്ത് എൻ്റർ അറേ സൈസ് എന്ന് പറഞ്ഞു. ഞാൻ 5 കൊടുക്കുകയാണ്. എലമെന്റ്സ് കൊടുക്കുകയാണ് 21, 1, 34, 32, 12. ഓക്കെ, ഇപ്പം എലമെന്റ്സ് ഇങ്ങനെ ഇത് അസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിങ്ങനെ കയറി വന്നു. അപ്പം ഞാൻ ജസ്റ്റ് വേറൊരു സിസ് ഔട്ടോട് കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് നെക്സ്റ്റ് ലൈനിൽ വന്നോളും. സിസ് ഔട്ട്. ഇനി ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. സിസ് ഔട്ട് കൊടുക്കാഞ്ഞുകൊണ്ടാണ് ഒറ്റ ലൈനിൽ വന്നത്. അറേ സൈസ് 6 കൊടുത്തു. എൻ്റർ എലമെന്റ് 1, 34, 65, 23, 45, 30 എന്ന് കൊടുക്കാം. എലമെന്റ്സ് 1, 34, 65 ഇട്ട ഓർഡറിൽ തന്നെ എലമെന്റ്സ് വന്നിട്ടുണ്ട്. അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് 1, 13, 23, 34, 45, 65. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സോർട്ട് ചെയ്യുന്ന വീഡിയോ. വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.